കുളിമുറി ദൃശ്യം പകർത്തി കൂട്ടബലാത്സംഗം. പ്രതി പിടിയിലായിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് യുവതിയെ കൂട്ടബലാത്സംഗം നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന ഒരാൾ കൂടി പിടിയിലായത്. ആദിനാട് നോർത്ത് സ്വദേശി ചിക്കുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. 24 ആണ് യുവതി കൂട്ടബലാത്സംഗത്തിനിരയായ വിവരം പുറം ലോകത്തെത്തിച്ചത്. എതിർകക്ഷി എന്ന് പറയുന്ന ആൾ എൻ്റെ അയൽവാസി തന്നെയാണ്. അപ്പോൾ അടച്ചുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയം എൻ്റെ ഫോട്ടോ എടുക്കുകയും അതിനെ തുടർന്ന് ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അതിനെ കാണിച്ച് ആദ്യം പണം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ജോലിക്ക് പോകണില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞ് കാശ് മേടിക്കാൻ പറ്റത്തില്ല. അതിനെ തുടർന്ന് എൻ്റെ സമ്മതം ഇല്ലാതെ നിരന്തരം എന്നെ ലൈംഗികരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനെ തുടർന്ന് പിന്നെയും പലതവണ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു. 24 മുൻപാകെ യുവതി നടത്തിയ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കരുനാഗപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചത്. യുവതിയുടെ നഗ്നചിത്രം പകർത്തിയ ആദിനാട് സായി കൃപയിൽ ഷാൻ കൃഷ്ണനാണ് ആദ്യം ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്നത്. പിന്നീട് ദൃശ്യം സുഹൃത്തുക്കൾക്ക് നൽകി യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. മുഖ്യപ്രതിയായ ഷാൻ കൃഷ്ണനെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ആദിനാട് സ്വദേശിയായ 29-കാരൻ ചിക്കുവിനെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടുകയായിരുന്നു. മറ്റൊരു പ്രതി ഗുരുലാൽ ഇപ്പോഴും ഒളിവിലാണ്. പ്രതിയോടൊപ്പം രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ മർദ്ദിക്കുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വി, SI-മാരായ ഷമീർ, ഷാജ്മോൻ, സജ്ജികുമാർ, SCP-മാരായ ഹാഷിം, രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ചിക്കുവിനെ പിടികൂടിയത്. ഒളിവിൽ കഴിയുന്ന ഗുരുലാലിനായുള്ള തിരച്ചിൽ ശക്തമാക്കി. ഇയാളെ ഉടൻ പിടികൂടുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ ചിക്കുവിനെതിരെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ മുമ്പും വധശ്രമം അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കൊല്ലം.